ഹലോ, വെൽക്കം ടു മൈ ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ വ്ളോഗ്. ഓൾസോ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാൻ ഐതിഹ്യം കൂടെ പറഞ്ഞുതരാം. സോ രാവിലെ വെളുപ്പിനെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. കേരള ബൈഗോൺ ഫാഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി സ്പെഷ്യലി വാങ്ങിച്ചിട്ടുള്ള സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അനിയത്തിയും അവിടുന്ന് തന്നെയുള്ള സാരിയാണ് എടുത്തിരിക്കുന്നത്. സോ മമ്മി ഇത്തവണ പൊങ്കാലയ്ക്ക് വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണീറ്റ് റെഡിയായി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. യൂബർ കിട്ടുമോ, കാർ എടുക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടിലാണ്. കാർ എടുത്താൽ തന്നെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇത്തവണ പൊങ്കാല ഇടുന്നത്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. സോ അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ലക്കിലി ഒരു യൂബർ കിട്ടിയിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. 2 ദിവസം മുതലേ ട്രിവാൻഡ്രം മൊത്തം ഇതുപോലെയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്ന് ഇതുപോലെ മൺചട്ടിയും കലവും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്കൊന്ന് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. നാട് മൊത്തം ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുക. എന്ത് രസമാണെന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ കാണുന്ന പോലെ റോഡിൻ്റെ ഓരോ സൈഡിലും ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട്, പ്രതിമകളൊക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക. അവിടെ എല്ലാം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. ആരും തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ല കേട്ടോ. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം നമ്മുടെ ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓരോ നടകളിൽ കിട്ടും. ആൾക്കാരിങ്ങനെ പ്ലേറ്റിൽ വാങ്ങിച്ചിട്ട് പോകുന്നില്ലേ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമല്ല, വാട്ടർമെലൺ ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, ഐസ്ക്രീം, എന്താണോ വേണ്ടത് എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. മമ്മി ഇല്ലാതെ ഞാനും അനിയത്തിയും ആദ്യമായാണ് പൊങ്കാല ഇടുന്നത്. എന്താകുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പൊങ്കാല ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ കോവലനും കണ്ണകിയുടെ ഹസ്ബൻഡായിരുന്നു കോവലൻ. ഓക്കെ, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇതുപോലെ കോവലൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാവുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് വിചാരിച്ചു, മധുര നാട്ടിലേക്ക് പോകാനും അവിടെ കണ്ണകിയുടെ ചിലമ്പ് കോവലിന് കൊടുത്തിട്ട് കണ്ണകി പറയും, ഒരു കാര്യം ചെയ്യും, ഇത് വിറ്റോളൂ, ഒരു ചിലമ്പാണ് ഊരി കൊടുക്കുന്നത്, ഇത് വിറ്റിട്ട് ആ കാശ് കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് പറയും. അങ്ങനെ ഒരു മധുര എത്തി ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് കോവലൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ രാജ്ഞിയുടെ ചിലമ്പ് ഓൾറെഡി മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചിലമ്പാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കോവലനെ അപ്പം തന്നെ ഭടന്മാർ രാജാവിൻ്റെ മുമ്പിൽ എത്തിക്കുകയും എന്താണ് സത്യാവസ്ഥ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ രാജാവ് കോവലിനെ കൊല്ലുകയും ചെയ്യുവാണ്. ഇത് കേട്ട് കണ്ണകി ഒരു എന്താ പറയുക, എൻ്റെ രൂപമാറ്റവും ഒക്കെ സംഭവിച്ച് ഭയങ്കര ദേഷ്യത്തോടെ കൊട്ടാരത്തിലെത്തി. തൻ്റെ കയ്യിൽ ഒരു ചിലമ്പല്ലേ കൊടുത്തത്, മറ്റേ ചിലമ്പ് ഊരി എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനകത്ത് മാണിക്യക്കല്ലുകളുണ്ട്. ഈ കല്ലുകൾ രാജ്ഞിയുടെ ചിലമ്പിനകത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇത് കണ്ട് രാജാവ് ഞെട്ടിപ്പോവും. രാജാവിന് അപ്പം തന്നെ അസുഖം വരും. ഈ ഷോക്കിൽ അപ്പം തന്നെ രാജാവ് മരിക്കുകയും ചെയ്യും. അപ്പം കണ്ണകിയുടെ ദേഷ്യം അവിടെ അവസാനിക്കുമോ? കണ്ണകി ഭർത്താവിനെ, കോവലിനെ അതുപോലെ സ്നേഹിച്ചിരുന്നു. കോവലിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവിടെ ഭയങ്കരമായി ദേഷ്യപ്പെട്ട് നാട് മൊത്തം ആ ദേഷ്യത്തിൽ തീയിൽ നശിപ്പിക്കും. അങ്ങനെ അവിടെ നിന്ന് മധുരയിൽ നിന്ന് ഇറങ്ങി മധുര മൊത്തം നശിപ്പിച്ചു. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി കന്യാകുമാരി വഴി കേരളത്തിലെത്തും. കേരളത്തിലെത്തി ആറ്റുകാലെത്തുമ്പോഴാണ് ഈ ഒരു കണ്ണകിയുടെ ദേഷ്യമൊക്കെ കണ്ട് ആൾക്കാരെല്ലാം ഭയന്ന് നിൽക്കുക. അപ്പോൾ ഒരേ ഒരു വഴിയായിട്ട് സ്ത്രീകളെല്ലാം കൂടെ എന്ത് ചെയ്യും, വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ മൺകലത്തിൽ അടുപ്പ് കൂട്ടി പൊങ്കാലേക്കും. അപ്പോൾ ഇത് കണ്ട് സ്ത്രീകളുടെ ഈ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഈ ശ്രമമൊക്കെ കണ്ടിട്ട് കണ്ണകി ഒന്ന് ആശ്വാസപ്പെടുകയും ഒന്ന് അടങ്ങുകയും ചെയ്യുകയും അങ്ങനെ അവിടെ എന്താ പറയുക, സമ്പന്നത്തിൻ്റെയും ആഹാരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് ആറ്റുകാൽ അമ്മയായിട്ട് കണ്ണകി അവിടെ വിശ്വരൂപം കൊണ്ട് അവിടെ ഇങ്ങനെ സമാധിയാവുന്നൊരു കഥയാണ് ഉള്ളത്. അപ്പോൾ ഈ ദിവസം ഈ ഒരു ആചാരമാണ് നമ്മൾ സ്ത്രീകളെല്ലാം ലക്ഷക്കണക്കിന്, കേരളത്തിൽ നിന്ന് മാത്രമാണോ ഫോറിനേഴ്സ് വരെ വന്ന് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ഈ ഒരു ഐതിഹ്യമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഞാനും വായിച്ചും കണ്ടുപോയിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ഇത് അടുപ്പ് കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? അടുപ്പ് കൂട്ടുന്നത് ഇതുപോലെ അമ്പലത്തിൻ്റെ തീ പാസ് ചെയ്ത് ഓരോരുത്തരായി കത്തിച്ചവർ നമ്മളത് ഓടിപ്പോയി ചോട്ടിലെടുത്ത് കത്തിക്കും. അങ്ങനെയാണ്. ആദ്യം വെള്ളം തിളയ്ക്കണം. അപ്പം ഞാൻ പാൽപ്പായസവും അനിയത്തി ശർക്കര പായസവുമാണ് ഇടുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അരിയിടും. അരി തിളപ്പിച്ച് ശർക്കര, എനിക്കറിയില്ല കേട്ടോ ശർക്കര ഇത് ആദ്യമായിട്ട് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ ഒരു ആസ്മ പേഷ്യൻ്റാണ്. ഈ പൊടിയുമൊക്കെ വന്നിട്ട് വേറെ വഴിയില്ല അല്ലേ, ഞാൻ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതാണ്. ഇത്തവണയും ശ്വാസമുട്ടലാണ്, പനിയാണ്,
അല്ലെ വർക്കിംഗ് ഡേ ആയിരുന്നു എന്ന്, വർക്കിംഗ് ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പക്ഷേ ഈ ഒരാഴ്ചത്തെ വ്രതം നോമ്പ് അങ്ങനെ ഒന്നും ഭയങ്കരമായി നോക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നോക്കി അങ്ങനെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇത് തിളച്ച് പോവുകയാണ്. തിളച്ച് പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. വലിയ കലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു തിളച്ച് പോവുമെന്നുള്ളത്. എൻ്റെ പിന്നെ മമ്മിയില്ല, മമ്മിയുടെ സഹായം ഇല്ലാതെ ഞാനും അനിയത്തിയും പിന്നെ അനിലാൻറ്റി ഉണ്ട് കൂടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അനിലാൻറ്റി. എല്ലാവർക്കും അനിലാൻറ്റി അറിയാമെന്ന് എനിക്കറിയാം. സീരിയലിലും സിനിമയിലും ഒക്കെ എല്ലാവരുടെയും കാര്യം ഈ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര പേരാണെന്നറിയോ വന്ന ആൻറ്റിയുടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കണു അങ്ങനെ. സോ അങ്ങനെ ഞാൻ ആകെ തളർന്നു കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ചിഞ്ചു ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് അഭിനവ്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങളങ്ങനെ എൻ്റെ പാൽപ്പായസമാണ് ഈ നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. എന്ത് സന്തോഷമായിരുന്നു അറിയാം എനിക്ക്. അനിലാൻറ്റി ഒരേ ചില്ലിങ് ആയിരുന്നു. പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, പൊങ്കാലയിടുക. എനിക്ക് എൻ്റെ ഒരു മാമ്മയെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം നമ്മളെ സഹായിച്ചു കേട്ടോ. അങ്ങനെ തിളച്ചു പോവി പൊങ്കാല ഇട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും അനിയത്തി. വിച്ച് വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇങ്ങനെ നല്ല നല്ല പാട്ടുകളാണ് കേട്ടോ. ഈ ഭക്തിഗാനങ്ങൾ മാത്രമല്ല, ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളൊക്കെ അവരിങ്ങനെ സ്പീക്കറിൽ ഫുൾ വോളിയത്തിൽ വെച്ചിരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ പൊങ്കാല ഇട്ടതിന് ശേഷം കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്തു. അങ്ങനെ ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ ഡേ. അപ്പോൾ രാവിലെ ചിലരുണ്ട് കേട്ടോ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റുകളും കഴിക്കുള്ളൂ. എൻ്റെ മമ്മി എങ്ങനെയാണ് പൊങ്കാല കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. ദീസ് ആർ മൈ ഫ്രണ്ട്സ് ബാക്കിലിരിക്കുന്നെങ്കിൽ ഇത് അബിയുടെ വീട്ടിലാണ് ഇട്ടത്. ഇതെന്ത് പറ്റിയെന്നറിയോ? ഫണ്ണി സ്റ്റോറി. ഞാൻ ആദ്യമേ പൊങ്കാല ഇടുന്നതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ അരിയൊന്നും ബാക്കി വെക്കാൻ പാടില്ല. അരി ബാക്കി വെച്ചപ്പോൾ അങ്കിൾ വന്നിട്ട് അബിയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു പറ്റൂല, അരി ബാക്കി വെക്കാൻ പറ്റില്ല, ഉടനെ പൊങ്കാല ഇടണം. നമ്മൾ ഉടനെ തന്നെ ഒരു പുതിയ കലം വാങ്ങിച്ച് പൊങ്കാല ഇട്ടു. അങ്ങനെ അതിനുശേഷം അവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചു, വീട്ടിൽ വന്നു, ഫുഡ് കഴിച്ചു. അപ്പം ഇനി പൊങ്കാല ഇട്ട് കഴിഞ്ഞില്ലേ നമുക്ക് വീട്ടിൽ പോയിരിക്കില്ലേ, അങ്ങനെ ഒരു പരിപാടിയല്ല. പൊങ്കാല ഒരു 10-11 മണിക്ക് കഴിഞ്ഞാലും 2-2:30 ആകുമ്പോൾ നിവേദിക്കാൻ വരും. ഇതുപോലെ വന്ന് നമ്മുടെ പൊങ്കാല നിവേദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പൊങ്കാല എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറയണത്. ഓക്കെ, അങ്ങനെ വന്നു. ഇതാണ് എൻ്റെ പായസം, എൻ്റെ പാൽപ്പായസം, എൻ്റെ ശർക്കര പായസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം മധുരമില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ പായസമാണ് കേട്ടോ ഇഷ്ടം. അധികം മധുരമില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓഫ് കോഴ്സ് അനിലാൻറ്റി ഇപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ സീരിയൽ ചെയ്യുന്നുണ്ട്, തമിഴിൽ സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയ് ഹിന്ദ് ചാനൽ ആൻറ്റിയെ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരെയും വിളിച്ച് താഴെ ഇറക്കി നമ്മൾ കുറച്ച് ബൈറ്റൊക്കെ കൊടുത്തു, പൊങ്കാല വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പൊങ്കാല. ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇനിയും ഇതുപോലെ ഒരുപാട് വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.